ഹായ്, നമുക്കിന്ന് സദ്യ സ്റ്റൈൽ അവിയൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സദ്യക്കുള്ള അവിയലായതുകൊണ്ട് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. ഒട്ടും വെന്തുടഞ്ഞു പോവാതെ നല്ല പച്ച നിറത്തിലുള്ള അവിയൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് അവിയൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ അവിയലാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. കഷ്ണങ്ങൾ മുറിക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ മുറിച്ചെടുക്കാൻ നോക്കുക. ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. ചേന ഇല്ലാതെ അവിയൽ വെക്കരുത്. ചേന മസ്റ്റാണ്. സദ്യക്കൊക്കെ അവിയൽ വെക്കുമ്പോൾ ചേന എന്തായാലും വേണം. പിന്നെ വീട്ടിൽ സാധാരണ ഒരു അവിയൽ വെക്കുമ്പോൾ ചേന ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ ഇട്ടിട്ടങ്ങ് വെച്ചാൽ മതി. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പോളം ക്യാരറ്റ് കാണും. പിന്നെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ഞാൻ തോല് കളയാതെ നല്ലവണ്ണം കഴുകിയതിന് ശേഷമാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ കൊത്തമര എടുത്തിട്ടുണ്ട്. കൊത്തമര 2ആയിട്ട് മുറിച്ചിട്ട് നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ചേനയും വെള്ളരിക്കയും കൊത്തമരയൊക്കെ ഏകദേശം ഒരു 1/4 കപ്പോളം വരും. ക്യാരറ്റ് ആണെങ്കിൽ ഒരു 1/2 കപ്പോളം വരും. കുറച്ച് പടവലങ്ങ, 1.5 മുറി കായ. ഞാനിവിടെ പടത്തി എന്ന് പറഞ്ഞിട്ടുള്ള കായാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ ഈ കായ എടുക്കാം, അല്ലെങ്കിൽ നേന്ത്രക്കായ എടുക്കാം. പിന്നെ ഒരു വലിയ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതല്ലാതെ വേറെ പച്ചക്കറികളും ചേർക്കാം. അച്ചിങ്ങ പയറുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബീൻസ് എടുത്തതേ ഉള്ളൂ. പിന്നെ വഴുതനങ്ങ ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർക്കണ്ട. സദ്യക്ക് വയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. വീട്ടിൽ അല്ലാതെ വയ്ക്കുമ്പോഴൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ തിരുവനന്തപുരത്താണെങ്കിൽ സാമ്പാർ മുളകെന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും. അത് കൂടെ ചേർക്കാറുണ്ട്. അപ്പം അത് ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് അത് ചേർക്കണില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പം ഇത്രയാണ്. ഇതൊക്കെ കഴുകിയിട്ട് ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിൽ അവിയൽ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. സദ്യക്കാകുമ്പോൾ നമ്മൾ ഉരുളിയിലായിരിക്കും തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ വീട്ടിലാകുമ്പോൾ അത്ര ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് മൺചട്ടിയിൽ വെച്ചെടുക്കാം. ഇനി ഒരു ചട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. 1/4 കപ്പിനേക്കാളും കുറച്ച് കുറവുമായിരിക്കണം. ഞാനിവിടെ 250 ഗ്രാമിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന് ഉപ്പ് തോന്നുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ചു വരണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഇത്രയും പച്ചക്കറി എടുത്തിട്ട് ഇത്ര കുറച്ച് വെള്ളമാണോ വച്ചിരിക്കുന്നതെന്ന്. പക്ഷെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. വെള്ളം കൂടിപ്പോയാൽ അവിയൽ വെന്തുടഞ്ഞു പോകും. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. സദ്യക്കുള്ള അവിയലായതുകൊണ്ട് എല്ലാ പച്ചക്കറികളും നമ്മൾ ആദ്യമേ ചേർക്കരുത്. എന്നാൽ എല്ലാം കൂടെ വെന്തുടഞ്ഞു പോകും. നമ്മൾ സാധാരണ അവിയൽ വയ്ക്കുമ്പോൾ അങ്ങനെ വെന്തുടഞ്ഞു പോയാലും കുഴപ്പമില്ല. അപ്പോൾ വേവ് കൂടിയ കഷ്ണങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ ഏതൊക്കെ പച്ചക്കറികളാണോ എടുക്കുന്നത് അതിൻ്റെ വേവ് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതിൽ ചേനയ്ക്കും കൊത്തമരയ്ക്കുമാണ് വേവ് കൂടുതൽ. അപ്പം ആദ്യം അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പകുതി വേവാവുന്ന വരെ വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബാക്കി എല്ലാ പച്ചക്കറികൾക്കും ഒരേ വേവ് തന്നെയാണ്. അതുകൊണ്ട് ഒന്നിച്ച് ചേർക്കാം. ഇപ്പം എല്ലാ പച്ചക്കറികളും ചേർത്ത് കഴിയുമ്പോൾ വെള്ളം അങ്ങ് താഴെ ആയിരിക്കും കിടക്കുന്നത്. പച്ചക്കറികൾ മുകളിലും ആയിരിക്കും. അപ്പോൾ വെള്ളം കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് വെള്ളം ചേർക്കണ്ട. ഇത് കറക്റ്റാണ്. കുറച്ചൊന്ന് ആവി കൊണ്ട് കഴിയുമ്പോൾ പച്ചക്കറികൾ കുഴഞ്ഞു വരും. അപ്പം വെള്ളം കറക്റ്റായിട്ട് തന്നെ വരും. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇളക്കി കൊടുക്കുമ്പോൾ പച്ചക്കറികൾ ഉടഞ്ഞു പോകാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം പകുതി വേവ് ആകാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2ആയിട്ട് മുറിച്ചിരിക്കുന്നതുകൊണ്ടാണ് 2 എണ്ണമായിട്ട് തോന്നുന്നത്. വെളുത്തുള്ളി കൂടി പോകരുത്. ഒരെണ്ണം എടുത്താൽ മതി. 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. വാവ ഉള്ളതുകൊണ്ട് എരിവ് കൂടിയാൽ കഴിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. നിങ്ങൾക്ക് ഒരു 5 എണ്ണം വരെ ഇടാം. 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞു പോകരുത്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 പിടി അണ്ടിപ്പരിപ്പാണ്.
തിരുവനന്തപുരത്തൊക്കെ സദ്യ അവിയലിൽ അണ്ടിപ്പരിപ്പ് ചേർക്കും. അണ്ടിപ്പരിപ്പ് ചേർത്ത അവിയൽ നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. പച്ചക്കറികളൊക്കെ 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയും ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്നു വെച്ച് വേവിച്ചാൽ മതി. വെള്ളം കംപ്ലീറ്റ് വറ്റി വരണം. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ കൂടി ഒഴിച്ചപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ സദ്യ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല പച്ച നിറത്തിലുള്ള അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള നല്ല രുചിയുള്ള അവിയലാണ്. അപ്പം ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.